ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു ഉഷ ജനോമി അല്ലൂർ DLX മെഷീൻ വെച്ചിട്ട് എങ്ങനെ മെഷീൻ എംബ്രോയ്ഡറി ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കൂടാതെ കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും കൂടിയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനുള്ള തുണി നമ്മുടെ എംബ്രോയ്ഡറി ലൂപ്പിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ ഈ ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഡിസൈൻ ഇതിനകത്ത് ജസ്റ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ നോക്കി സെലക്ട് ചെയ്ത ഈ ഒരു പിക്ചറാണ് ഞാൻ ആ തുണിയിൽ വരച്ചു കൊടുത്തിരിക്കുന്നത്. ഡ്രോയിങ് അത്യാവശ്യം ഒട്ടും അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി മെഷീൻ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന നൂലെന്ന് പറയുന്നത് മെഷീൻ എംബ്രോയ്ഡറിയുടെ സിൽക്ക് ത്രെഡ് ആണ്. ഇത് പല കളറിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ല, ഈ ഒരു സിൽക്ക് ത്രെഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ നമ്മുടെ നൂലുണ്ടല്ലോ, തയ്ക്കാനായിട്ട് കൊടുക്കുന്ന നൂല്, ആ നൂല് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു കാണാനൊരു ഭംഗിയും ഒരു ഗ്ലേസിങ്ങും ഒക്കെ കിട്ടും. അടുത്തതായിട്ട് എംബ്രോയ്ഡറി ചെയ്യാനായി നമുക്ക് മെഷീൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ആ ഒരു ഫൂട്ട് ഊരി മാറ്റിയിട്ടുണ്ട്. നമ്മൾ സാധാരണ നോർമൽ ഫൂട്ട് ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ ഊരി മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഫൂട്ടും ഉപയോഗിക്കാതെയാണ് എംബ്രോയ്ഡറി ചെയ്തെടുക്കുന്ന രീതി കാണിച്ചു തരുന്നത്. ഇനി ആദ്യം സെലക്ടർ ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഞാനിവിടെ സിയിലേക്കാണ് സെലക്ടർ മാറ്റി കൊടുക്കുന്നത്. എന്നിട്ട് ആ സി കഴിഞ്ഞിട്ട് ആ വലിയ 1, 2, 3 വരകളുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു വരകൾ, അതിൽ ഞാൻ സി കഴിഞ്ഞിട്ടുള്ള ആ ഒരു വലിയ വരകളിലാണ് സെലക്ടർ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ലെങ്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് XXLേക്കാണ്. പിന്നെ ഇവിടുത്തെ ത്രെഡ് ടെൻഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത് 3നും 2നും ഇടയിലാണ്. ഇനി നമുക്ക് എംബ്രോയ്ഡറി ലൂപ്പ് നമ്മുടെ മെഷീനിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ പ്രഷർ ഫൂട്ട് പൊക്കി ഉണ്ടാക്കി ഇടുന്ന ആ ഒരു ബ്ലാക്ക് കളർ ഗിയർ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ മുകളിലേക്ക് ഒന്ന് പൊക്കി പിടിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു എംബ്രോയ്ഡറി ലൂപ്പ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂചി എപ്പോഴും നല്ല രീതിയിൽ പൊങ്ങി തന്നെ നിർത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ സൂചിയിൽ തട്ടി നമ്മുടെ ആ ഒരു എംബ്രോയ്ഡറി ലൂപ്പ് മെഷീനുള്ളിലേക്ക് ഇതുപോലെ കയറത്തില്ല. അപ്പോൾ സൂചി നല്ല രീതിയിൽ പൊങ്ങി നിർത്തുക. എന്നിട്ട് ആ ഒരു ബ്ലാക്ക് കളർ ഗിയർ നല്ല രീതിയിൽ മുകളിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എംബ്രോയ്ഡറി ലൂപ്പ് വളരെ എളുപ്പത്തിൽ ഇതുപോലെ നമുക്ക് കയറ്റി വെക്കാനായിട്ട് പറ്റും. ഇനി ഈ ഒരു മെഷീനിൽ എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ലൂപ്പ്, അതായത് ആ ഡിസൈൻ നേരെ വരുന്ന രീതിയിലാണ് ഞാൻ ആദ്യം വെച്ചത്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ അറിയാവുന്നവർക്ക് പോലും ചിലപ്പോൾ ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. പകരം നിങ്ങൾ ഇതുപോലെ തലതിരിച്ച് വെക്കുക. അതായത് ഡിസൈൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഡിസൈൻ ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. ഡിസൈൻ ഞാനിപ്പോൾ തലതിരിച്ചാണ് വെച്ചിരിക്കുന്നത്, നേരെയല്ല ഡിസൈൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഭാഗവും എംബ്രോയ്ഡറി ചെയ്തെടുക്കാം. അപ്പോൾ എംബ്രോയ്ഡറി ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നൂലുണ്ടല്ലോ, ആ നൂല് ഇതുപോലൊന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം പതിയെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം ചെയ്യുന്നത് ആ ഒരു ലീഫിൻ്റെ മെയിൻ പോർഷൻ ഉണ്ടല്ലോ, ലീഫാണോ ഫ്ലവറാണോ എന്നറിയത്തില്ല, അതിൻ്റെ ആ ഒരു മെയിൻ പോർഷനാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്ലവർ എന്നുള്ള രീതിയിൽ ഇത് പറയാം. അപ്പോൾ ഫ്ലവറിൻ്റെ മെയിൻ പോർഷൻ ഇതളുകൾ ഞാൻ വരയ്ക്കുന്നുണ്ട്. ബാക്കി സ്റ്റെമ്മും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ ഒരു സെലക്ടറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ പയ്യനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ നൂലിങ്ങനെ വലിച്ചു പിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നൂല് ഫസ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റിച്ച് തുടങ്ങുന്ന ടൈം ഉണ്ടല്ലോ, തുടങ്ങുമ്പോൾ നൂല് കയറി കുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നൂലൊന്ന് വലിച്ചു പിടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഡിസൈൻ, അതൊരു ഫ്ലവർ ഡിസൈനോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആ ഡിസൈനിൻ്റെ ഷേപ്പ് അനുസരിച്ച് ലൂപ്പ് ഇതുപോലെ ഒന്ന് കറക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഈ ഒരു എംബ്രോയ്ഡറി ലൂപ്പിൻ്റെ ബാലൻസ് നമ്മുടെ കൈകളിലായിരിക്കണം. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഒരു തുണിയിൽ ആ ഒരു സ്റ്റിച്ച് വീഴുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്, തുടക്കക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു ലൂപ്പ് ചെറിയ ഷേപ്പുകളൊക്കെ ഒന്ന് ഇതുപോലെ തന്നെ ഫങ്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു എംബ്രോയ്ഡറി ലൂപ്പ് ബാലൻസ് ആയതിന് ശേഷം മാത്രം ഇതുപോലുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഞാനിപ്പോൾ കണ്ടില്ലേ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലൊരു ഫ്ലവർ വരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ഞാൻ ആ ലൂപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും.
അങ്ങനെ ഇവിടെ ആദ്യത്തെ ഒരെണ്ണം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ആ ഷേപ്പ് ഉണ്ടല്ലോ, അതിനി രണ്ടെണ്ണവും കൂടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനുണ്ട്. അതും ഇതേ സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. വീണ്ടും എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് നമ്മുടെ ലൂപ്പ് വെക്കുന്നതിന് മുന്നേ നൂല് ഇതുപോലെ ബാക്കിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഡിസൈൻ ഇപ്പോൾ നേരെയാണ്, ഇതുപോലെ വീണ്ടും തലതിരിച്ച് ഡിസൈൻ വെച്ചിട്ട് താഴേന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. നിങ്ങൾ എപ്പോഴും ഈ ഒരു ഡിസൈൻ വെക്കുന്ന ആ ഒരു പൊസിഷനാണ് ശ്രദ്ധിക്കേണ്ടത്. നേരെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങരുത്. ഇതുപോലെ തലതിരിച്ച് വെച്ചിട്ട് വേണം ഡിസൈൻ ചെയ്ത് തുടങ്ങാനായിട്ട്. അത്യാവശ്യം നല്ല സമയമെടുത്തിട്ടാണ് നമ്മൾ ഇതുപോലുള്ള മെഷീൻ എംബ്രോയ്ഡറി ഒക്കെ ചെയ്തെടുക്കാറ്. അതായത് നമ്മുടെ ഈ ആ ഒരു ഷേപ്പിൻ്റെ ആ ഒരു മൂലഭാഗമൊക്കെ എത്തുമ്പോൾ നമ്മൾ മെഷീൻ നിർത്തി നിർത്തി വേണം, അതായത് സൂചി കുത്തി നിർത്തിയിട്ട് പതിയെ പതിയെ ടൈം എടുത്തിട്ട് വേണം ആ ഒരു കർവ് പോർഷനും ആ ഒരു ഷേപ്പും ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാനായിട്ട്. ക്ഷമയാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഘടകം. നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ഈ ഒരു എംബ്രോയ്ഡറി ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ രണ്ടാമത്തേതും ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ആ ഒരു മൂന്നാമത്തെ ഷേപ്പും കൂടിയിട്ട് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ മെയിനായിട്ടുള്ള ആ ഒരു 3 ഭാഗം നമ്മളിവിടെ എംബ്രോയ്ഡറി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ആ ഒരു സ്റ്റെമ്മും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അത് ചെയ്ത അത്രയും വീതിയിലല്ല നമ്മൾ ആ ഒരു സ്റ്റെമ്മ് ചെയ്യുന്നത്. അപ്പം ഇവിടെ സെറ്റിങ്സ്, അതായത് ഫങ്ഷൻസ് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. സെലക്ടർ വീണ്ടും നമ്മുടെ സിയിൽ തന്നെയാണ് സെലക്ടർ, സിയുടെയും ബിയുടെയും ഇടയ്ക്ക് തന്നെയാണ്. പക്ഷേ ആ ഒരു വരയുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു വരകളുണ്ടല്ലോ, അതിൽ സിക്കും ബിക്കും ഇടയിലേക്ക് നിങ്ങൾ ആ ഒരു സെലക്ടർ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ സെലക്ടർ മാറ്റി കൊടുക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ, സ്റ്റിച്ചിങ്ങിൻ്റെ വീതി നിങ്ങൾക്ക് വഴി മനസ്സിലാവും. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക, നിങ്ങളൊരു റഫായിട്ടൊരു തുണി എടുത്തിട്ട് ആദ്യമേ നമ്മുടെ ബിക്കും സിക്കും ഇടയിലുള്ള ആ ഒരു ലൈൻസ് ഉണ്ടല്ലോ, അങ്ങനെ ഓരോ ലൈൻസിലും നമ്മുടെ സെലക്ടർ മാറ്റി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പം ഞാനിവിടെ ഇപ്പോൾ സിക്കും ബിക്കും ഇടയിൽ സെലക്ടർ ആക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി ലെങ്തും ത്രെഡ് ടെൻഷനും ഒന്നും നമ്മളിവിടെ മാറ്റിയിട്ടില്ല. ഇനി വീണ്ടും നമ്മളിതുപോലെ ആ ഒരു ഡിസൈൻ ഇതുപോലെ തലതിരിച്ച് വെച്ചിട്ട് നൂല് ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് നമ്മുടെ ആ ഒരു സ്റ്റെമ്മിൻ്റെ പോർഷൻ താഴേന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പം നേരത്തെ നമ്മൾ ഫ്ലവർ ചെയ്ത അത്രയും ആ ഒരു വീതിയിലല്ല നമ്മളിവിടെ സ്റ്റെമ്മിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ സെലക്ടർ ചേഞ്ച് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഇവിടെ ആദ്യത്തെ ആ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റ് 2 ഫ്ലവേഴ്സിൻ്റെ സ്റ്റെമ്മും കൂടിയിട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മളല്ലാതെ ഒരു കുഞ്ഞു കുഞ്ഞു ലൈൻസൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മുടെ ഇതിനകത്തുള്ള വേരുകൾ പോലെ ചെറിയൊരു രീതിയിൽ കൊടുക്കാനാണ്. അത് നമ്മൾ വീണ്ടും ആ ഒരു ഇത് ചെയ്തെടുക്കുന്നത് വീണ്ടും നമ്മൾ സെലക്ടർ മാറ്റി കൊടുക്കും, എന്നിട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും വഴിയെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ ഒരു മെഷീനെ കുറിച്ചും ഇതിലെ ഫങ്ഷൻസിനെ കുറിച്ചും പിന്നെ എംബ്രോയ്ഡറി ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇതിന് മുമ്പും ഞാൻ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവർ ഒന്ന് കയറി കാണുക. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അങ്ങനെ നമ്മുടെ മെഷീൻ എംബ്രോയ്ഡറി ഇതാ ഇവിടം വരെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കുഞ്ഞു കുഞ്ഞ് സംഭവങ്ങളും കൂടിയിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഞാനിവിടെ സെലക്ടർ മാറ്റി കൊടുത്തു. ബി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു 5ാമത്തെ വരയിലാണ് ഞാനിവിടെ സെലക്ടറാക്കി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇതുപോലെ നമ്മുടെ ലൂപ്പ് വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ് ഞാൻ. ഈ ഒരു മെഷീൻ ഞാൻ വാങ്ങിച്ചതിന് ശേഷം എനിക്കും എംബ്രോയ്ഡറി ചെയ്യുന്നതിനെ പറ്റിയിട്ട് യാതൊരുവിധ അറിവുകളും ഇല്ലായിരുന്നു. ഇതിൽ ചെയ്യാൻ പറ്റുമെന്നറിയാം, പക്ഷേ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ പിന്നീട് ഓരോ കുഞ്ഞു കുഞ്ഞു ഡിസൈനും ഞാൻ ചെയ്ത് നോക്കി അങ്ങനെയാണ് ഇതിനകത്ത് ഞാനിപ്പോൾ നല്ല രീതിയിൽ എംബ്രോയ്ഡറി ചെയ്തെടുക്കാനായിട്ട് പഠിച്ചെടുത്തത്. ഞാൻ ആദ്യം ചെയ്യുന്ന സമയത്ത് ഒന്നും തന്നെ എനിക്ക് ഒട്ടും ഫിനിഷിംഗ് ഇല്ലാതെയാണ് ഞാൻ ചെയ്തെടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ചെയ്ത് വന്നപ്പോഴാണ് ഇത്രയും നല്ലൊരു ഫിനിഷിങ്ങിൽ വർക്കൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. ഇത് നമ്മുടെ കുർത്തീസിൻ്റെ ആ ഒരു ചെസ്റ്റ് പോർഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിൻ്റെ താഴ്ഭാഗത്തൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ഇപ്പോഴത്തെ കോഡ് സെറ്റിലൊക്കെ ഇതുപോലുള്ള ഡിസൈൻസ് ഒക്കെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ ചെസ്റ്റ് പോർഷനിലോ താഴെ ആ ഒരു ടോപ്പിൻ്റെ എൻഡ് പോർഷനിലൊക്കെ നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ഡിസൈൻസ് കൊടുത്തിരിക്കുന്ന കോഡ് സെറ്റാണ് ഇപ്പോൾ കൂടുതൽ ഇറങ്ങാറ്. അപ്പോൾ അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മെഷീൻ എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാനായിട്ട് പറ്റും. എംബ്രോയ്ഡറി ത്രെഡ് ഉപയോഗിച്ചതുകൊണ്ടാണ്
അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഫിനിഷിങ് കിട്ടുന്നത്. നിങ്ങളുടെ കയ്യിൽ എംബ്രോയ്ഡറി ത്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ നൂല് ഉപയോഗിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മെഷീൻ എംബ്രോയ്ഡറി ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. 2 എണ്ണം കംപ്ലീറ്റ് ആയി. ഇനി ഒരെണ്ണവും കൂടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നൂലുകളൊക്കെ നിൽപ്പുണ്ടായിരിക്കും. അതെല്ലാം കട്ട് ചെയ്ത് നല്ല രീതിയിൽ ഫിനിഷിങ്ങോട് കൂടിയിട്ട് ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലാണ്. ഇനി ഇത് നമ്മളൊരു ഡ്രസ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തെടുത്ത ആ ഒരു ഡിസൈന് ജെമിനിയോട് പറഞ്ഞ് ഞാനൊരു ഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.